ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകൾ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് സമ്മാനമായി നൽകിയ പരിശുദ്ധ റമദാൻ, അതല്ലെങ്കിൽ ഒരു അവസരമായി നൽകിയ റമദാൻ അതിന്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞ റമദാൻ എന്ന് പറയുന്ന അതിഥി യാത്രയാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു തുടങ്ങിയതാണ്, ആ അതിഥിയെ നിങ്ങൾ സ്വീകരിക്കേണ്ട പോലെ സ്വീകരിക്കണം, ഉപയോഗപ്പെടുത്തണം. കാരണം ഒരു വർഷം ആ അതിഥി വന്നാൽ അടുത്ത വർഷം വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. നിങ്ങൾ വേണ്ട വിധത്തിൽ സ്വീകരിക്കാതെയാണ് ആ അതിഥി തിരിച്ചു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് നികത്താൻ കഴിയാത്ത നഷ്ടമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക. അതിഥി പോവുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ മാസത്തെ ഉപയോഗപ്പെടുത്തിയവർ ഭാഗ്യവാന്മാരാണ് എന്നല്ല, ഹദീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബുദ്ധിയുള്ളവരാണ്. നഷ്ടപ്പെടുത്താതെ ഉപയോഗിച്ചവർ ഓരോ ദിവസവും, ഓരോ പകലും, ഓരോ രാത്രിയും, ഓരോ സെക്കൻഡുകൾ. കാരണം സത്യവിശ്വാസികൾക്ക് ആ മാസം അങ്ങനെയായിരുന്നു. അവരുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ആ മാസത്തിലെ ഓരോ സെക്കൻഡുകളും ഉപയോഗിച്ച് ഉമ്മത്തിനെ പഠിപ്പിച്ചത്. അതങ്ങനെ ചെയ്തവർ വലിയ ഭാഗ്യവാന്മാരാണ്. ഇനി അഥവാ ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇനി നികത്താനുള്ള അവസരം ഒരാഴ്ചയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഒരിക്കലും നികത്താനും കഴിയൂല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചത്, ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം. അല്ലാഹു അമലുകളെ പരിഗണിക്കുന്നത് അതിന്റെ പര്യാവസാനം നോക്കിക്കൊണ്ടാണ്. ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുശ്രിക്കീങ്ങൾക്കെതിരെ അതിശക്ത
ആളുകളെ അസൂയയോടെ മൂപ്പര് നോക്കിക്കാണുക. അദ്ദേഹത്തെ പറ്റി 1000 നാമാണ് സംസാരിക്കുമ്പോ ശത്രുക്കളുടെ പിറകിൽ ചെന്ന് കണ്ടുപിടിച്ച് വധിച്ച് തിരിച്ചു വരുന്ന ധീരനായ യോദ്ധാവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിന്റെ അവകാശികളായിപ്പെട്ട ആരെങ്കിലും കാണണമെങ്കിൽ അയാളെ നിങ്ങൾ നോക്കിയാൽ മതി. സഹാബത്തിൽ അത്ഭുതമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്ക് അവരുടെ മനസ്സിലുണ്ട്. ഒരു യുദ്ധത്തിന് ഈ സഹാബിക്ക് പരിക്ക് പറ്റി. ഒരാൾ ഈ സഹാബിന്റെ പിറകിൽ തന്നെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറ്റി അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഇസ്ലാമിന് വേണ്ടി ഇങ്ങനെ ജിഹാദ് ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് നരകത്തിന്റെ അവകാശിയാവുക? അത് നോക്കാൻ അദ്ദേഹം പറഞ്ഞു, പരിക്ക് പറ്റിയ വേദന സഹിക്കാൻ പറ്റാതെ അയാൾ യുദ്ധക്കളത്തിലെ കൂടാരത്തില് സ്വന്തം വാള് ഭൂമിയിൽ കുത്തിവെച്ച് അതിന്റെ മുകളിൽ കിടന്ന് ജീവിതം അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമ്മൾ ചിലപ്പോൾ നല്ല അവസ്ഥയിലായിരിക്കും, കഴിവിന്റെ പരമാവധി അധ്വാനിക്കുന്നുണ്ടാവും. അവസാന സമയം എങ്ങനെയാണെന്ന് അറിയില്ല. അവസാനത്തെ സമയം നന്നാക്കാൻ ശ്രമിച്ചോളി. അതിന്റെ ഒരു ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന സമയത്തുള്ള നന്മകളെ പരിഗണിച്ച് തുടക്കത്തിലുള്ള തിന്മകളെ മാപ്പാക്കി തരും. അവസാനത്തിലുള്ള ശ്രദ്ധകളെ പരിഗണിച്ച് തുടക്കത്തിൽ വന്ന പോരായ്മകളെ അല്ലാഹു പരിഹരിച്ചു തരും. നന്മകളെ അല്ലാഹു തിന്മകളെ നന്മകളാക്കി അല്ലാഹു മാറ്റിത്തരും. ഒരാഴ്ചയെ പരിശുദ്ധ റമദാനിന് ഇനി ബാക്കിയുള്ളൂ. എങ്കിൽ ആ ഒരു ആഴ്ച പ്രത്യേകമായും എന്താണ് വിശ്വാസികൾക്ക് ചെയ്യാനുള്ളത്? ഒന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ചില കാര്യങ്ങളുണ്ട്, അത് മാത്രം ചെയ്താൽ മതി. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അവസാനത്തെ 10 വന്നു കഴിഞ്ഞാൽ ഇദാ ദഖലത്തിൽ അശ്റു, അവസാന റമദാനിന്റെ അവസാനത്തെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അരക്കെട്ട് മുറുക്കി ഉടുക്കലായി. രണ്ടർത്ഥമാണ് ഉലമാക്കൾ പറഞ്ഞത്. ഒന്ന്, ആ 10 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ സമീപിക്കാറില്ലായിരുന്നു. രണ്ടാമത്തെ അർത്ഥം, ഇബാദത്തുകൾ ചെയ്യാനായി അധ്വാനിക്കാനായി മെനക്കെട്ടിറങ്ങുമായിരുന്നു. അതിനർത്ഥം ഇതിനു മുമ്പുള്ള ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകൾ ചെയ്തിട്ടില്ല എന്നല്ല, അധ്വാനിക്കാറുണ്ടായിട്ടില്ല എന്നല്ല. കാന യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരി. സാധാരണ അധ്വാനിക്കുന്ന ആളാണ്, പക്ഷെ ലാസ്റ്റ് 10 ആയി കഴിഞ്ഞാൽ അതിനേക്കാളും അധികം കഷ്ടപ്പെട്ട് അമലുകൾ ചെയ്യുമായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 വരുമ്പോ ഇത്ര കഷ്ടപ്പെടുന്നെന്തിനാ? ഓൾറെഡി അമലുള്ള ആളാ, അള്ളാഹുവിന്റെ അടുക്കൽ മഖബൂലായ മനുഷ്യനാണ്, നന്മകൾ ഇഷ്ടം പോലെ ഉള്ള ആളാണ്. എന്നിട്ടും അവസാനത്തെ 10 ഇജ്തിഹാദ് ചെയ്തത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് 10 ആയി കഴിഞ്ഞാൽ സാധാരണ പോലെ ആവരുത്, ഉൾവലിയണം, പള്ളികളിലേക്ക് അധികം അടുക്കണം, അധിക സമയവും പള്ളിയിലാവണം, അധിക സമയവും ഏതെങ്കിലും ഒരു ഇബാദത്തിനായി കഴിച്ചു കൂട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. ഒന്ന് താരതമ്യം ചെയ്യണം. പരിശുദ്ധ റമദാനിന്റെ ചൈതന്യം, അതിന്റെ കാമ്പ് നമ്മുടെ ഹൃദയത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ തെളിവ് അവസാന ദിവസങ്ങളിലുള്ള ഇബാദത്തിനോടുള്ള ആശയായിരിക്കും, ആഗ്രഹം. ചെയ്യല് രണ്ടാമതാണ്, അമലുകൾ ചെയ്യാനുള്ള പൂതി വരണം മനസ്സിന്, പിന്നെ ചെയ്യല്. ചെയ്യാൻ ചിലപ്പം അവസരം കിട്ടിക്കൊള്ളുന്നില്ല, രോഗമുണ്ടാവാം, ക്ഷീണമുണ്ടാവാം, മറ്റെന്തെങ്കിലും തിരക്കുണ്ടാവാം. അതൊന്നുമല്ല, അവസാനത്തെ ദിവസങ്ങളാകുമ്പോൾ തുടക്കത്തിലില്ലാതിരുന്ന അമിതമായ ആവേശം, ആർത്തി, ആശ, ആഗ്രഹം അത് കൽബിന് വന്നിട്ടുണ്ടെങ്കിൽ നോമ്പ് പണിയെടുത്തിട്ടുണ്ട് എന്നതിന്റെ അർത്ഥം. ഇനി അതല്ല, പിറകോട്ടടിക്കുന്നുണ്ടെങ്കിൽ തുടക്കത്തിലുള്ള ആവേശം നിസ്കാരത്തിലില്ല, തുടക്കത്തിലുള്ള പരിശുദ്ധ ഖുർആനിന്റെ
പാരായണം പോലെ ഇപ്പൊ ഇല്ല. തുടക്കത്തിൽ രാവിലെയും വൈകുന്നേരവും പള്ളിയിലായിരുന്നു, ഇപ്പൊ അതില്ല. തുടക്കത്തിലൊക്കെ ഫജർ ബാങ്കിന് മുമ്പ് പള്ളിയിലെത്താറുണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. അഥവാ കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ അറിയോ? കഴിഞ്ഞ 21 ദിവസങ്ങളായി നമ്മൾ നോട്ടിരുന്ന നോമ്പ് നമ്മുടെ ഹൃദയത്തിൽ പണിയെടുത്തിട്ടില്ല എന്നാണ്. അള്ളാഹു കാക്കട്ടെ. ഇനിയുള്ള ഒരാഴ്ച ശ്രദ്ധിച്ചാൽ ബാക്കി അള്ളാഹു മാപ്പാക്കി തരും. ഇനി ഒരാഴ്ച ശ്രദ്ധിച്ചാൽ കഴിഞ്ഞ പോലെ 22 ദിവസം അത് അള്ളാഹു മാപ്പ് ചെയ്യും. ഇത് അള്ളാന്റെ വാഴ്ച, അള്ളാഹു അടിമക്ക് നൽകുന്ന വാഗ്ദാനമാണ്. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരാഴ്ച മനക്കിട്ടിറങ്ങിക്കോളി. അടുത്ത വ്യാഴാഴ്ച ചിലപ്പോ പിറ കണ്ടാൽ വെള്ളിയാഴ്ച പെരുന്നാളായിരിക്കും. ഒരേ ഒരാഴ്ച 2026 റമദാനിന്റെ ഒരാഴ്ച ബാക്കിയുണ്ട് ഉമ്മത്തിന്. മരക്കെട്ട് മുറുക്കി കൊടുക്കണം, അധ്വാനിക്കാൻ ഇറങ്ങണം. നാളെ മരിക്കുന്ന പോലെ, നാളെ എന്നെ മരത്തിൽ മുറിച്ച് കൊണ്ടുപോകുന്ന പോലെ ഇന്ന് ആർത്തിയോടെ അമൽ ചെയ്യണം. അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത്, അതാണ് സലഫുകൾ കാണിച്ച മാതൃക. എന്ന് പറഞ്ഞാൽ ഈ ഒരാഴ്ച മുസ്ലിം ഉമ്മത്തിന്റെ പള്ളികൾ സജീവമായിരിക്കും, ഉമ്മത്തിന്റെ വീടുകള് ഇബാദത്തുകളെ കൊണ്ട് സജീവമായിരിക്കും. അന്തരീക്ഷം പരിശുദ്ധ ഖുർആനിന്റെ തിലാവത്ത് കൊണ്ട് മുഖരിതമാവണം ഈ ഒരാഴ്ച. എന്തിനറിയോ? ഉടമസ്ഥനായ റബ്ബിനെ എങ്ങനെയെങ്കിലും പ്രീതിപ്പെടുത്തി കണ്ണീരിൽ വന്ന പോരായ്മകള് മാപ്പാക്കി തരാൻ അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബിംബന്റെ മുളന്ന് അതാരാ? നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞതാണ്. നമ്മളെ പോലെ എന്തായാലും അല്ല, മനുഷ്യൻ തന്നെ, പക്ഷെ നമ്മളെ പോലെ എന്തായാലും അല്ല. എന്താ ഏറ്റവും വലിയ പ്രത്യേകത? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖലാസ്, അത് മതി, അത് മതി. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹുവിന്റെ അടുത്തുള്ള മഖാം മനസ്സിലാവാൻ മാത്രമല്ല, നാളെ മഹ്ശറിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കോടതിയിൽ കെട്ടി നിർത്തും, വിചാരണ ചെയ്യാൻ. പ്രതിയാണ്, വാദികള് ആൾക്കാരാണ്, കൗമാണ്. അള്ളാഹു ചോദിക്കും ജനങ്ങളോട്, ഈ നൂഹ് നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി തന്നിട്ടുണ്ടോ? ആ കൗമ് പറയും, ഇല്ല, നമുക്ക് ദഅവത്ത് ചെയ്ത് തന്നിട്ടില്ല, കുരുത്തം കെട്ടവർ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറയും, അല്ലാഹുവേ, ഞാൻ പൂർത്തിയാക്കിയതാ. അള്ളാഹുവിന്റെ ചോദ്യം, ആരാണ് സാക്ഷി? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറയും, മുഹമ്മദും മുഹമ്മദിന്റെ ഉമ്മത്തുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളായിരിക്കും നൂഹ് നബിക്ക് വേണ്ടി നാളെ മഹ്ശറിൽ സാക്ഷ്യം പറയുന്നവർ. ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാഷ്ട്രപതി എന്താ ചെയ്തെന്നറിയോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് ഉറക്കത്തിലാണ്, നമ്മൾ എന്ത് അശ്രദ്ധയിലാണ്, കൈമൽ എന്തുണ്ടെന്ന് വിചാരിച്ചിട്ടാ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നത്? പെട്ടിയിൽ എന്തുണ്ട് കൊണ്ടുപോവാ? അല്ലാഹുവിന്റെ സമക്ഷത്തിന് സമർപ്പിക്കാൻ. ഇതാ എന്റെ നന്മ, ഇതാ എന്റെ അമലിതാ, എന്റെ ഇബാദത്തിതാ, സ്വീകരിച്ചിട്ട് കൂലിതാന്ന് പറയാ. എന്തുണ്ട് കൈമല്? പക്ഷെ നമ്മൾ എന്തൊരു ഉറക്കില്ല, നമ്മൾ എന്തൊരു സമാധാനത്തില, നമ്മൾ എന്തൊരു അശ്രദ്ധയില. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അഹ്യാ ലൈല, രാത്രിയെ ജീവിപ്പിക്കുകയായിരുന്നു. രാത്രി ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങലല്ല, ഇബാദത്തുകളെ കൊണ്ട് ലൈവാക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? ചോദ്യമല്ല, എന്തിന്? ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ എന്ന് അല്ലാഹു ആരെപ്പറ്റി പറഞ്ഞുവോ ആ പ്രവാചകൻ അല്ലാഹുവിന്റെ ലാസ്റ്റത്തെ 10 രാത്രിയിൽ ഉറങ്ങിയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഉറക്കരുത്, ഉമ്മത്തിന് എങ്ങനെ ഉറക്കം വരുന്നത്? റസൂലുള്ളാഹിന്റെ സഹാബാക്കൾ രാത്രി ഉറങ്ങിയിട്ടില്ല, നമുക്ക് എങ്ങനെ ഉറക്കം വരുന്നത്? അബൂബക്കർ സിദ്ദീഖ് ഉറങ്ങിയില്ല, ഉമർ ഫാറൂഖ് ഉറങ്ങിയില്ല, ബിലാൽ ഇബ്നു റബാഹ് ഉറങ്ങിയില്ല. ഇവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തെളിയിച്ച മനുഷ്യന്മാരാണ്. നാളെ ജന്നത്തുൽ ഫിർദൗസ് ഉണ്ട്. ഉറക്കം വന്നിട്ട് രാഷ്ട്രപതിന്റെ രാത്രി ഞാൻ നിങ്ങൾ എങ്ങനെ ഉറങ്ങുന്നത്? അഹ്യാ ലൈല. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഇനിയുള്ള ഒരാഴ്ചയെങ്കിലും നടപ്പിലാക്കിയാൽ കഴിഞ്ഞത് അല്ലാഹു നിങ്ങൾക്ക് തരും.
ഒരാഴ്ചയെ ബാക്കിയുള്ളൂ. 2025 റമദാൻ ആവട്ടെ, ഇതെന്താണ് ഇങ്ങനെ പോയില്ലേ എന്നാണെങ്കിൽ നമ്മളെക്കാളും വലിയ പൊട്ടം ദുനിയാവിൽ വേറെ ഇല്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഉദർ അള്ളാഹു പരിഗണിക്കും, അള്ളാഹു പരിഗണിക്കും. പക്ഷെ ഉദറാണോ അല്ലേ എന്നുള്ളത് നമുക്കും അറിയാം, നമ്മുടെ ഉള്ളറിയുന്ന റബ്ബിനും അറിയാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ പറ്റിക്കരുത്, അള്ളാഹുവിനെ പറ്റിക്കാൻ നോക്കരുത്. തിരിച്ച് അള്ളാഹു ഇങ്ങോട്ട് പ്രയോഗിക്കുന്ന ദിവസം നമ്മൾ കഷ്ടപ്പെട്ടു പോകും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെന്താ ചെയ്തെന്നറിയോ? കുടുംബത്തെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല ലാസ്റ്റ് 10. അതേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇനി ഒരാഴ്ച അതേ ചെയ്യാനുള്ളൂ ഉമ്മത്തിന്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ആരാ? വടക്കേരിൽ നമ്മളെ മുളപ്പുറ്റ മോള മുഹമ്മദ് മുസ്തഫയുടെ ചോരയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. ജീവിച്ചിരിക്കുമ്പം ബാപ്പ വിളിച്ചിട്ട് പറഞ്ഞു, മോളോട്, മോളെ നീ വിഷമിക്കണ്ട, സ്വർഗത്തിലെ പെണ്ണുങ്ങൾക്ക് നേതാവ് നീയാണ്. ജീവിച്ചിരുന്ന സ്വർഗവനിതയാണ് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിന്റെ കുറച്ചപ്പുറത്ത് തന്നെ പോരാ, തങ്ങളുടെ തൊട്ടതാണ് ആ വീട്. റമദാനിന്റെ രാത്രിയിൽ പള്ളി ഉറക്കം വിളിക്കും, യാ അലി, യാ ഫാത്തിമ, രണ്ടാൾ ഉറങ്ങിയോ? പള്ളിയിലേക്ക് വരീൻ, നിസ്കരിക്കാൻ വേണ്ടി വരീൻ. ഉറക്കം വിളിച്ചു പറയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെ ഉറക്കില്ല. എപ്പോ? റമദാനിന്റെ രാത്രിയിൽ. നമുക്ക് എങ്ങനെ ഉറക്കം വരുന്നത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഇമാം സുഹരി റഹ്മഹുല്ലാഹു തആല പറഞ്ഞത്, അജബൻ ലിഅംരിൽ മുഅ്മിൻ തറകുൽ ഇഅ്തികാഫ്. ഇഅ്തികാഫിനെ ഉപേക്ഷിക്കുന്ന മുഅ്മിനിന്റെ കഥ പരിതാപകരം, അത്ഭുതം തന്നെ. ഓൻ എങ്ങനെയാണ് വർക്ക് കിടന്നിട്ട് ഉറങ്ങുന്നത്? അവന്റെ റസൂലും അവന്റെ റസൂലിന്റെ സഹാബാക്കളും മദീനത്ത് വന്നത് മുതൽ ഒഴിവാക്കാത്ത ഒരു കർമ്മത്തെ വഫാത്താകുന്നത് വരെ ഒരാഴ്ച ബാക്കിയുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിലെ രണ്ടാമത്തെ മെമ്പർഷിപ്പ്, അമീറുൽ മുഅ്മിനീൻ ഖലീഫ ഉമർ. ഒരു ദിവസം അദ്ദേഹം കഅബാലയത്തിന്റെ മുറ്റത്തിരുന്നിട്ട് മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഈ മൂലകളിൽ ഒട്ടകത്തെ മേച്ച് നടന്നുകൊണ്ടിരുന്ന ഖത്താബിന്റെ ആ പഴയ ഉമറും ഇന്നിവിടെ നിൽക്കുന്ന ഈ ഉമറും അല്ലാഹുവേ നിന്റെ നിഅമത്താണ്. മാ ബൈന അല്ലാഹി വ ബൈനി അഹദ്. ഇന്ന് എന്റെയും എന്റെ റബ്ബിന്റെയും ഇടയിൽ വേറെ ഒരാളില്ല എന്ന് പറയത്തക്ക അവസ്ഥയിൽ അല്ലാഹു ഉയർത്തിയ ഉമർ ഫാറൂഖിനെ റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ. അന്ന് ആ തോട്ടത്തിൽ ഇരിക്കുമ്പോൾ ഉമർ നടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറുൻ ഫിൽ ജന്ന, ഉമർ സ്വർഗ്ഗത്തിലാണ്. മിഅ്റാജ് കഴിഞ്ഞിട്ട് വന്നു. ഇത് പറയുന്നതിനറിയോ? ഞാൻ എന്നെ പഠിക്കാൻ, നിങ്ങളെ പറ്റി ഒന്ന് വിലയിരുത്താൻ. നമ്മളെ ശൈത്താൻ പറ്റിക്കുന്ന എവിടെ അറിയോ? ഞാൻ കുറച്ചെല്ലാം ചെയ്യുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സദഖ കൊടുക്കുന്നുണ്ട്. അവിടെ ഇതെല്ലാം തൽക്കാലം. അല്ലാഹു മാഫാക്കട്ടെ. ഏത് തൽക്കാലം? ഏത് നിസ്കാരം? 4 അവയവങ്ങൾ തറയിൽ കുത്തിവെച്ച് സുജൂദ് ചെയ്തപ്പോഴും ഹൃദയം ദുനിയാവിൽ കറങ്ങിക്കൊണ്ടിരുന്ന, ഒരുപക്ഷെ മഹ്ശറിൽ പഴത്തുണി വലിച്ചെറിയുമ്പോൾ അല്ലാഹു വലിച്ചെറിഞ്ഞേക്കാവുന്ന അമലുകളിൽ സ്വസ്ഥതയുള്ളവർ അപകടമാണ്. വലാ തുസക്കൂ അൻഫുസകും. ആയിരം വിചാരിക്കണ്ട. ആക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു ആക്കി തരും. കഴിഞ്ഞത് ഇങ്ങോട്ടുള്ളത് ആക്കാൻ ശ്രമിച്ചാൽ കഴിഞ്ഞത് അള്ളാഹു ക്ലിയർ ആക്കി തരും. നമ്മളെ നഫ്സ് നമ്മളെ വഞ്ചിക്കുകയാണ്. കുറച്ചെല്ലാം ഉണ്ട്, ഇല്ല, വട്ടപൂജ്യമാണ്. നമ്മൾ ആരും സഹാബത്തിന്റെ അമലുമായിട്ട് നമ്മളെ മന്നിങ്ങനെ തട്ടിച്ചു നോക്കിക്കൊണ്ടിരിക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മിഅ്റാജിന് ശേഷം മദീനത്തെ പള്ളിയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാസെടുക്കുകയാണ്. പറഞ്ഞു, എനിക്ക് റബ്ബ് സ്വർഗം കാണിച്ചു. ഞാൻ ഒരു കൊട്ടാരം കണ്ടു, ഒരു മുത്തുകൊണ്ടുള്ള കൊട്ടാരം, വളരെ മനോഹരമായിരുന്നു. ഞാൻ അങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടി വിചാരിച്ചപ്പോൾ ജിബ്രീൽ എന്നെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കുള്ളതല്ല, നിങ്ങളുടെ സഹാബാക്കളിൽ ഒരു മാന്യനായ വ്യക്തിക്കുള്ളതാണ്. ഞാൻ ചോദിച്ചു, യാ ജിബ്രീൽ,
ആരാണ് എന്റെ സഹാബാക്കളിൽ ആ മാന്യൻ? ജിബ്രീൽ പറഞ്ഞു, അത് ഖത്താബിന്റെ മകന് ഉമറിനുള്ളതാണ്. ഉമറെ, നിന്റെ സ്വഭാവം അറിയുന്നുണ്ട്, ഞാൻ പിന്നെ പ്രവേശിക്കാൻ നിന്നില്ല. ഉമർ ചോദിക്കും, എന്റെ വർഗത്തിനാ കയറിയത്, അതാണ് സ്വഭാവം. പക്ഷെ ഉമറിന് ആ കൊട്ടാരം ഉണ്ട് എന്ന് ഉറപ്പാണ്. ഉമർ എന്താ ചെയ്യുന്നറിയോ? ഉമർ റളിയല്ലാഹു തആല അൻഹു അവസാനത്തെ 10 കഴിഞ്ഞാൽ വീട്ടുകാരെ ഭാര്യമാരൊക്കെ വിളിച്ചോളൂ. എന്നിട്ട് പറയും, ഇനി ഉറക്കില്ല, പള്ളിയിലേക്ക് പോയിട്ട് നിസ്കരിച്ചോളി, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോളി. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 രാത്രിയിൽ ഉറങ്ങാൻ പഠിപ്പിച്ചിട്ടില്ല, ഇബാദത്ത് ചെയ്യാനാ പഠിപ്പിച്ചത്. എങ്കിൽ പിന്നെ ഉറങ്ങുന്നവരുടെ കഥ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള 7 ദിവസം കഠിനാധ്വാനത്തിന്റെ ദിവസമാണ്, പരിശ്രമത്തിന്റെ ദിവസം, ഉറക്കൊഴിയുന്നതിന്റെ, ഖുർആൻ ഓതുന്നതിന്റെ. ഖത്താദ റളിയല്ലാഹു അൻഹു പരിശുദ്ധ റമദാനില് അവസാനത്തെ 10 കഴിഞ്ഞാൽ, റമദാനായി കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് ഖത്തം തീർക്കുക. അതെല്ലാത്തപ്പം 7 ദിവസം കൊണ്ട്. എല്ലാ മാസവും റമദാനായാൽ 3 ദിവസം, അവസാനത്തെ 10 ആയാൽ ഒരു രാത്രിയിൽ ഒരു ഖത്തം. നമ്മൾ ചിന്തിക്കും, അതിനൊക്കെ അയ്യോപ്പ നമുക്ക് എന്താ അങ്ങനെ ചിന്ത വരുന്നറിയോ? നമ്മുടെ ഇതിന്റെ ഉള്ളിൽ നിന്ന് കണ്ണെടുക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ പള്ളിയിൽ 5-6 അള്ളാഹുവിന്റെ അതിഥികൾ അവർ ഊന്നുണ്ട്, കുറെ ആയിട്ടുണ്ടാവും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ലാസ്റ്റ് 10 ഒറ്റ രാത്രി കൊണ്ട് ഒരു ഖത്മ തീർക്കണമെങ്കിൽ എത്ര മെനക്കെട്ടൊരു മൂലെങ്കിൽ അള്ളാന്റെ കലാമം കൂടി ചെയ്തിട്ടുണ്ടാവും. റമദാനിന്റെ 21 ദിവസമായിട്ടും ഒരു ഖത്മ പോലും തീരാത്തവരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. ഒരു ദിവസം ഒരു ജുസെങ്കിലും ഓതാത്തവരുണ്ടാവും. തീരാത്ത നഷ്ടം. ഇനി ആ ദിവസം തിരിച്ചു വരൂല ഒന്നോതാൻ. കാരണം റമദാൻ അല്ലാത്തപ്പോൾ തന്നെ ഒരു അക്ഷരത്തിന്റെ കൂലി 10. റമദാനിൽ 700 തൊട്ട് സ്റ്റാർട്ടിംഗ് കഴിഞ്ഞുപോയി. ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു, ഇനി അതിനെ നികത്ത ഒരാഴ്ച മെനക്കെട്ടവർക്ക് ഈ ഒരാഴ്ച മെനക്കെട്ട് അധ്വാനിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ തെളിയിച്ചു കൊടുത്താൽ ബാക്കിയുള്ള ദിവസം ഫ്രീ ആയിട്ട് അള്ളാഹു തരും. കാരണം നമ്മളെന്ത് പറയും, ഓ ഇപ്പം വന്ന് ഇത്രയും ദിവസം കളിച്ചു നടന്നിട്ട് എന്റെയും നിങ്ങളെയും റബ്ബ് അത് പറയുന്നവനല്ല. അവന്റെ റഹ്മത്തും ദേഷ്യത്തെക്കാളും അപ്പുറത്താണ്. ഒരാഴ്ച കഠിനാധ്വാനം ചെയ്യുന്ന കണ്ടാൽ ബാക്കിയുള്ള 22 ദിവസം ഫ്രീ ആയിട്ടൊക്കെ തരും. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസാനത്തെ 10 ലാസ്റ്റ് ദിവസത്തേക്ക് പോവാണ്. പരിശ്രമിച്ചോളി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പോലെ. എന്തിനാണെന്നറിയോ? റസൂൽ എന്തിനായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? എനിക്ക് സഹാബത്ത് എന്തിനായിരിക്കും അത്ര പ്രയാസപ്പെട്ട് ചെയ്തിട്ടുണ്ടാവുക? ഒന്നുമില്ല, അവർക്ക് നരകത്തെ പേടിയാണ്. കാരണം നരകം അവർക്ക് സഹിക്കാൻ പറ്റിയതല്ല എന്നവർക്ക് ബോധ്യമായിട്ടുണ്ട്. അത് പേടിച്ചിട്ടാണ്. അതുകൊണ്ട് അവർക്ക് പാഴാക്കാൻ സമയമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ള 7 വാതിലും കൊട്ടിയടച്ച് ഈ മാസം എന്റെ അടിമകളിൽ ഒരാളെയും അതിന്റെ ലിസ്റ്റിന് വേണ്ട എന്ന് തീരുമാനിച്ച ഈ മാസം തന്നെ അവര് അധ്വാനിച്ചത് അതിൽ പേര് പോകാണ്ടിരിക്കാൻ. നരകത്തെ പേടിയുള്ളതുകൊണ്ട് അള്ളാഹു പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ ഈമാനിന്റെ അടയാളം പറഞ്ഞപ്പം, ഇബാദുർ റഹ്മാനെ പറ്റി പറഞ്ഞപ്പം, വല്ലദീന യഖൂലൂൻ റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം, അവര് പറയും, അല്ലാഹുവേ നരകത്തിന്റെ അദാബിനെ നമ്മളെ തൊട്ട് നീക്കി തരണമേ. ഇന്ന അദാബഹാ കാന ഗറാമ, കാരണം ആ ശിക്ഷ കൈപ്പുള്ളതാണ്, താങ്ങാൻ പറ്റില്ല. പക്ഷെ എന്റെയും നിങ്ങളുടെയും ഇന്നത്തെ പരിപാടി കാണുമ്പോൾ തോന്നുന്നത് നമുക്ക് താങ്ങാൻ പറ്റൂന്നാണ്. ഇല്ല പ്രിയപ്പെട്ടവരെ, നരകം സഹിക്കാൻ പറ്റിയതല്ല. നരകമോചനം ഈ ദിവസങ്ങളിൽ എക്സ്ട്രാ ചെയ്യപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി അവനങ്ങനെ ഇരുന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലില്ലാഹി ഉതഖാഉ മിനന്നാർ, അല്ലാഹുവിന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ചില അടിമകളുണ്ട്. അതെല്ലാ രാത്രിയിലും, വദാലിക കുല്ല ലൈല, അത് രാത്രിയിലാണ് സംഭവിക്കുന്നത്. രാത്രി നമ്മുടെ ഗഫലത്തിലായ ഫ്രീയില്ല. അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന,
നിങ്ങൾക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് സ്വർഗത്തിൽ പോവാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? വേണ്ട, തരൂല. അള്ളാഹ്ക്കറിയണം ആരാണ് ജിഹാദ് ചെയ്യുന്നത്. ആയത്തിറങ്ങിയത് ശത്രുക്കളോടുള്ള ജിഹാദുമായി ബന്ധപ്പെട്ട മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചു. അതാണ് ഒന്നാമത്തെ അർത്ഥം. പിന്നെ നഫ്സിനോട് ജിഹാദ് ചെയ്യുന്നവൻ ആര് എന്നറിയാതെ. നഫ്സിനോടുള്ള ഏറ്റവും വലിയ ജിഹാദ് എന്താ അറിയോ? ഉറക്കൊഴി. അത് നഫ്സിന് രസം ഉറങ്ങനാണ്. അള്ളാഹു നമ്മളെ പള്ളിയിലുള്ള മമ്മൂമികളെ കബൂൽ ചെയ്യട്ടെ. കുറെ ചെറുപ്പക്കാരുണ്ട്, കുറെ ഇത്തിരി പോകുന്ന മക്കളുണ്ട്. നമ്മൾ 1-2 റക്അത്ത് 1 മണിക്കൂർ നീണ്ടു നിൽക്കുമ്പോഴും അവര് ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഇമാം എന്താ ഓതുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല, അർത്ഥമൊന്നും അറിയില്ല. എന്നാലും ആ ഓത്ത് കേട്ട് നിൽക്കുന്നത് അവർക്ക് പേടിയുള്ളതുകൊണ്ടാണ്. അങ്ങനെയെങ്കിലും നിന്നിട്ട് ആ പാപത്തിന്റെ കറകളൊക്കെ ഒന്ന് ഒതുക്കിപ്പോട്ട് എന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ട്. അല്ലാണ്ട് ഇവിടുന്ന് പൈസ കിട്ടുന്നതിനല്ല. ഇവിടെ കോടികൾ വെച്ചിട്ട് രാത്രി വന്നാൽ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല് നമുക്ക് പിന്നെയും പറയാം. നമ്മുടെ പള്ളി ഒരുമിച്ച് കൂടുന്ന ചെറുപ്പക്കാരും വയസ്സന്മാരും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. രോഗികളും ഒരു വലിയ കവറിൽ ഗുളികന്റെ പാക്ക് പിടിച്ചിട്ട് പള്ളിയിൽ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്, രോഗികൾ. അന്ന് പറഞ്ഞത് അവരോട് ഞാൻ വരണ്ട. അന്ന് പറഞ്ഞെന്തറിയോ? നിങ്ങൾ വരണ്ട, പെറുക്കിയിരുന്നാ മതി, ആടെ ഞാൻ കൊണ്ടുതരാം. പക്ഷെ അവര് പറഞ്ഞു അല്ലാഹുവേ വേണ്ട, മുഅ്മിനീങ്ങളൊക്കെ ഉള്ളതല്ലേ, ഞാനുമുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഭാഗ്യവാന്മാർ, നമുക്ക് മനസ്സിലാവില്ല. എപ്പോഴാ മനസ്സിലാവാന്നറിയോ? ഉടമസ്ഥന്റെ കോടതിയില് നമ്മൾ ഇങ്ങനെയാ നിൽക്കുക, ഇങ്ങനെ നോക്കാൻ കഴിയില്ല, പേടിച്ചിട്ട്. അന്നേരമായിരിക്കും ഇവരൊക്കെ നെഞ്ചി പിടിച്ചിട്ട് വരിക, അന്നേരം തിരിയും. അല്ലാഹു മനസ്സിലാക്കാണ് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വരും ദിവസങ്ങളെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചോടെ നരകമോചനം ചോദിച്ചു വാങ്ങണം, സ്വർഗപ്രവേശനം ചോദിച്ചു വാങ്ങണം, മഗ്ഫിറത്ത് ചോദിച്ചു വാങ്ങണം. അതിന്റെ അവസാന ദിവസങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു എനിക്കും നിങ്ങൾക്കും അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. പരിശുദ്ധ റമദാൻ അവസാനിക്കലോടുകൂടി മുഅ്മിനീങ്ങൾക്ക് സന്തോഷമാണ്, അമൽ ചെയ്തവർക്ക് ആവേശമാണ്. യൗമുൽ ഈദ്, യൗമുൽ ജായിസ, സമ്മാനത്തിന്റെ ദിവസം. ആർക്കാണ് സമ്മാനം? നമ്മുടെ സാധാരണ ദുനിയാവിൽ സമ്മാനം കൊടുക്കൽ ആർക്കാണ്? പഠിച്ച് പരീക്ഷ എഴുതി വിജയിച്ചവർക്ക്. അല്ലാത്ത തോക്കും ഒരു സമ്മാനമില്ല. 30 ദിവസമായിട്ട് അല്ലാഹു നോക്കും അടിമകളെ. അല്ലദീന ജാഹദൂ മിൻകും വയഅലമു അസ്സാബിരീൻ. ആരുണ്ട് അധ്വാനിച്ച് പഠിക്കുന്നവൻ? ആരുണ്ട് ക്ഷമിക്കുന്നവൻ? എവിടെയാ ക്ഷമ? എന്താ സബർ എന്ന് പറഞ്ഞാൽ? ഒരുത്തൻ വന്നിട്ട് എന്നെ 2 ചവിട്ടി. ഞാൻ പറഞ്ഞു അവനോട്, ഒന്നും ചെയ്യുന്നില്ല, പോട്ടെ. അതല്ല സബർ. ഇമാം നബവി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, സബർ എന്താ അറിയോ? അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹ്. പാതിരാത്രി വന്ന് 12 മണിയാകുമ്പോ കൈ കെട്ടിയിട്ട് 4 മണി വരെ ഇങ്ങനെ കുത്തല നിൽക്കാൻ കാണിക്കുന്ന സബറിനാണ് സബർ എന്ന് പറയുന്നത്. ത്വാഅത്തില്ലാഹ്, അല്ലാഹുവിനെ അനുസരിക്കാൻ കാണിക്കുന്ന സബർ. രാത്രി ഉറങ്ങി രാവിലെ ഫജ്റിന്റെ ബാങ്ക് കേൾക്കുന്നതിന് മുമ്പ് കിടക്കപ്പായെന്ന് എണീറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ നഫ്സിനെ ശീലിപ്പിക്കുന്ന സബർ, അതാണ് സബർ. പകൽ സമയത്ത് ജോലി, അധ്വാനം, ചൂട്, ക്ഷീണം, അവശത, എന്നാലും കൃത്യമായി പള്ളിയിൽ ഖുർആൻ ഓതുന്ന കൃത്യമായിട്ടുള്ള ദിക്ർ തസ്ബീഹാത്തുകള് സദഖ കൊടുക്കുന്നു, പള്ളി തന്നെ വന്നിരിക്കുന്നു, അതാണ് സബർ. അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹ്.
അതായത് നമ്മുടെ നെഫ്സിന് കഴിയുമ്പം ഒരു വൈകുന്നേരം അസറൊക്കെ കഴിഞ്ഞു ഫ്രീ ആയി ഒന്നുമില്ല, അപ്പൊ ആർക്കും വരാം, അവിടെ സബറിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ തിരക്കുള്ള സമയം, മടി വരുന്ന സമയം, ഉറക്കി വരുന്ന സമയം എഴുന്നേറ്റ് വരിക, ചെയ്യുക, അതാണ് സബർ. രണ്ടാമത്തെ സബർ എന്താ അറിയോ? അസ്സബ്റു അൻ മഹാരിമില്ലാ, അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകാൻ കാണിക്കുന്ന സബർ. മൂന്നാമത്തേതാണ് ഒരുത്തെ ബുദ്ധിമുട്ടിച്ചാൽ ഒരു മാപ്പ് കൊടുക്കുന്ന സബർ. വിശുദ്ധ റമദാനിൽ ഇത് രണ്ടും അല്ലാഹു നോക്കും, അതിന്റെ മാർക്കിടും. അവർക്ക് പെരുന്നാളിന്റെ ദിവസം സമ്മാനമുണ്ട്, യൗമുൽ ജായിസ. ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച നമ്മൾ ചൊവ്വാലിന്റെ പിറ കാണുകയാണെങ്കിൽ വെള്ളിയാഴ്ച നമുക്ക് പെരുന്നാളായിരിക്കും. അല്ലാഹു എത്തിച്ചേരട്ടെ. ഈ ഒരു മാസം കഷ്ടപ്പെട്ടതിന്റെ കൂലി സന്തോഷത്തോടെ വാങ്ങാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിലൊന്ന് സക്കാത്തുൽ ഫിത്റാണ്. എല്ലാവർക്കും ജീവനോടെയുള്ള എല്ലാവർക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ എനിക്ക് വേണ്ടി, എന്റെ കീഴിൽ ആരൊക്കെയുണ്ടോ അവർക്ക് വേണ്ടി, ഭാര്യ, മക്കള്, എന്റെ ഉപ്പ ഉമ്മ ഉണ്ട്, ഉപ്പ ഉമ്മാക്ക്, ഇനി ചിലപ്പം പെങ്ങന്മാരുണ്ടാവും എന്റെ ചെലവിൽ, എങ്കിൽ ആ പെങ്ങന്മാരുടേത് എന്താണോ ഉള്ളത് അത് ഞാൻ കൊടുത്തേക്കണം. പൈസ കൊടുത്താൽ പോരാ, അരിയന്നെ കൊടുക്കണം. കാരണം ഫിത്ർ സക്കാത്ത് പൈസ പോക്കുണ്ടാക്കാനുള്ളതല്ല, പെരുന്നാളിൽ നിന്ന് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ളതാണ്. ഏറ്റവും നല്ലത് കൊടുക്കണം. അത് കൊടുക്കേണ്ട സമയം എപ്പോഴാണ്? പിറ കണ്ടത് മുതൽ നാളെ ഈദ്ഗാഹിലേക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നതിന് മുമ്പ് എത്തിച്ചു കൊടുക്കണം. സഹാബാക്കളിൽ ചിലർ റമദാനിന്റെ അവസാനത്തെ ദിവസങ്ങളിലും കൊടുത്തിട്ടുണ്ട്. അതും കൊടുക്കാം, കാരണം എളുപ്പമാവാൻ. അതും പ്രശ്നമില്ല. പക്ഷെ കൊടുക്കണം. ആർക്ക് കൊടുക്കണം? മുവഹിദുകൾക്ക് കൊടുക്കേണ്ടത്, മുവഹിദുകൾക്ക്. ഇതിൽ കാരണം സക്കാത്തുൽ ഫിത്ർ ഒരു ഇബാദത്താണ്, അമലാണ്. അത് മുശ്രിക്കിന് കൊടുത്താലൊന്നും വീടൂല. മുവഹിദിനെ ചെന്ന് കണ്ടുപിടിച്ചു കൊടുക്കണം. നിങ്ങൾ കിതാബ് പരിശോധിക്കൂ. സക്കാത്ത് നിറവേറപ്പെടാൻ ഉള്ള ഷർത്ത് അത് നൽകുന്നത് അർഹതപ്പെട്ട മുസ്ലിമീങ്ങൾക്കായിരിക്കണം. ആരാ മുസ്ലിം എന്ന് പറഞ്ഞാൽ? തൗഹീദുള്ളവൻ, നിസ്കാരക്കാരനല്ല, താടിയുള്ളവനല്ല, മുസ്ലിം തറവാട്ടിൽ തിരിച്ചാളല്ല, തൗഹീദുള്ളവൻ ഒരാണ് മുസ്ലിം. അവർക്ക് എന്നെ കൊടുക്കണം. അപ്പൊ മറ്റുള്ള ആൾ എന്ത് ചെയ്യും? സദഖ കൊടുത്തു. നമ്മളിതിൽ അറിയിക്കുന്നത് മറ്റുള്ള ആൾ എന്ത് ചെയ്യും? അമ്മ നോക്കിക്കോളൂ. കാരണം റിസ്ക് കൊടുക്കേണ്ട നമ്മളല്ല, അല്ലാഹുവാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? അല്ലാഹ് നമ്മളോട് ചെയ്യാൻ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുകയാണ്, ഇബാദത്ത് ചെയ്യാൻ. അല്ലാണ്ട് നമ്മൾ പാവങ്ങളെ പണക്കാരനാക്കാൻ കൊടുക്കുന്നല്ല. നമ്മളെ ചാരി കൊണ്ടിട്ട് വേണം പോലും ചോദിക്കാൻ അതുകൊണ്ട് കൊടുക്കുന്നല്ല. അള്ളാഹു പറഞ്ഞു കൊടുക്കാൻ ഞാൻ കൊടുക്കുന്നു, ബാക്കി അവരുടെ കാര്യം അള്ളാഹു നോക്കിക്കോളൂ. മുസ്ലിമീങ്ങൾക്ക്, മുവഹിദുകൾക്ക് കൊടുത്താലേ സക്കാത്ത് പോലുള്ളൂ. ബാക്കിയുള്ളവർക്ക് സദഖ ഇഷ്ടം പോലെ കൊടുത്തോളൂ. കാഫറിന് കൊടുത്തോളെ, മുശ്രിക്കിനും കൊടുത്തോ, മുനാഫിക്കിനും കൊടുത്തോ, മജൂസിക്കും കൊടുത്തോ, കള്ളൂടിനും കൊടുത്തോ, വിചാരിക്കും കൊടുത്തോ, മനുഷ്യനായാൽ മതി. സദഖ മനുഷ്യനുള്ളതാണ്, സക്കാത്ത് മുവഹിദിനുള്ളതാണ്. നമ്മുടെ നാട്ടിലുള്ള സാധാ ഭക്ഷണം എന്താണോ അത് കൊടുക്കുക. ഇനി ഒരു പക്ഷേ വെള്ളിയാഴ്ച പെരുന്നാളായ ജുമയും വരും. എല്ലാവർക്കും സംശയം, എന്ത് ചെയ്യും? ജുമ നിസ്കരിക്കണോ വേണ്ടേ? ജുമ നിസ്കരിക്കണം പള്ളിയിൽ. വെള്ളിയാഴ്ച ജുമ ഖുതുബയും നിസ്കാരവും ഒക്കെ നടന്നിരിക്കണം. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെരുന്നാളിന്റെ ഖുതുബയിൽ വന്ന് പങ്കെടുത്തവർക്ക് വേണമെങ്കിൽ വരാതിരിക്കാം, പ്രശ്നമൊന്നുമില്ല. നിയമമാണ്, നിർബന്ധമൊന്നുമില്ല, വരാൻ പാടില്ല എന്നൊന്നുമില്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. ഹനഫി മദ്ഹബിലൊക്കെ നിർബന്ധമായി പങ്കെടുത്തേ പറ്റൂ എന്നാണ് ശാഫിഈ മദ്ഹബിലും. അവിടെയാണ് ചില പണ്ഡിതന്മാരൊക്കെ നമ്മുടെ ഈ വാദത്തെ ഖണ്ഡിച്ച് അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, നിസ്കാരം വേണ്ടെന്ന് പറയുന്നു എന്ന് വാദിക്കുന്നത്. ശാഫിഈ മദ്ഹബിന്റെ അഭിപ്രായത്തിൽ വേണമെന്നാണ്, നിസ്കരിക്കണമെന്നാണ്. ഇല്ല, ഹദീസുകളുടെ വെളിച്ചത്തിൽ വെള്ളിയാഴ്ച പെരുന്നാളും ജുമഅയും വന്നാൽ, കാരണം പെരുന്നാളാണ്, വെള്ളിയാഴ്ചയും പെരുന്നാളാണ്. ഒരു ദിവസം രണ്ട് പെരുന്നാളില്ല. ഒരു മക്കളുടെ വ്യാഖ്യാനം അങ്ങനെയാണ്. മറ്റൊന്ന്, ദുഹറിന്റെ പകരമാണ് ഈ ഖുതുബ, 2 റക്അത്തിന്റെ പകരമാണ് ഈ ഖുതുബ. രാവിലെ ഓൾറെഡി ആ ഖുതുബ കിട്ടിക്കഴിഞ്ഞാൽ അത് പകരായി ബാക്കി ദുഹർ നിസ്കരിച്ചാൽ മതി. ബഹുമാനപ്പെട്ട ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പോലുള്ള സലഫുൽ ഉമ്മ മുഴുവനും ഈ അഭിപ്രായത്തിൽ ഏകോപിച്ചിട്ടുണ്ട്.
ഇഷ്ടമുള്ളവർക്ക് വരാം, അല്ലെങ്കിൽ ആവശ്യമില്ല. എന്തായാലും പെരുന്നാൾ ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ ഒന്നും കൂടി മനസ്സിലാക്കേണ്ടത്, സ്വന്തം കുടുംബത്തിലും ബന്ധുക്കളിലും പെട്ട ഫക്കീറന്മാരും മിസ്കീന്മാരും ഒക്കെ ഉണ്ടാവും. നല്ല കുപ്പായം നടത്തിയിട്ടുണ്ടാവില്ല. ചിലപ്പോ മക്കൾക്ക് നല്ല കുപ്പായം വാങ്ങാൻ പൈസ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. പുറത്ത് പറയൂല, കാണിക്കൂല. അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കണം. പറ്റുമെങ്കിൽ ചെറുപ്പക്കാരുടെ ഒരുമിച്ച് കൂടി അങ്ങനത്തെ ആൾക്കാരുടെ ലിസ്റ്റ് എടുത്ത് എല്ലാവരോടും കുറച്ച് പൈസ എല്ലാം വാങ്ങി കുറച്ച് കുപ്പായവും അതേപോലെ കുറച്ച് നല്ല ചോക്ലേറ്റും മുട്ടായും അതെല്ലാം കൊണ്ടുപോയിട്ട് കൊടുക്കണം. പെരുന്നാൾ സന്തോഷിക്കാനുള്ളതാണ്. നമ്മുടെ മഹല്ലത്തിലെ ഒരു വീടും അന്ന് സന്തോഷമില്ലാതെ ഉണ്ടാവരുത്. രോഗികളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഉപ്പ രോഗിയായിട്ടുണ്ടാവും, ചിലപ്പോ വീട്ടില് ആരാണോ ചെലവാക്കുന്നത് അവരെന്തെങ്കിലും പ്രയാസത്തിലായി പോയിട്ടുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരൊക്കെ കാരണം അവർക്കൊക്കെ ചെയ്തു കൊടുക്കണം. നാട്ടിലുള്ള പണക്കാരുടെ ഉത്തരവാദിത്തമാണ്, മഹല്ല് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു പൂർത്തിയാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. മറ്റൊരു കാര്യം പ്രിയപ്പെട്ടവരെ, മംഗലാപുരത്ത് നിന്നും ഒരു സ്ഥാപനത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ചില ആളുകൾ വന്നിട്ടുണ്ട്. അൽബയാൻ അറബി കോളേജ് സ്ഥലം വാങ്ങണം, ബിൽഡിംഗ് പണിയണം. ഇൽമിന്റെ കാര്യങ്ങൾ എപ്പോഴായാലും അമാന്തം കാണിക്കരുത്. ഇൽമുമായി ബന്ധപ്പെട്ട കാര്യത്തില് നമ്മളൊരു ബേക്കളിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. നമ്മളെല്ലാം പലപ്പോഴും കേട്ടതാണ്, കുൻ ആലിമൻ, നീ ആരാവണം? പണ്ഡിതനാവണം, ആലിമാവണം. ചെറിയ പണിയൊന്നും പോലെ നല്ല പണി എടുക്കണം. ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ വിദ്യാർത്ഥിയാവണം. അത് പറ്റും, അധികം ആൾക്കാർക്ക് പറ്റും. മുതഅല്ലിം, പിന്നെ തിരക്ക് വന്നു, ഉത്തരവാദിത്തങ്ങൾ വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വരുത്തി ചിലപ്പോൾ ക്ലാസ്സൊന്നും പങ്കെടുക്കാൻ പറ്റൂല, ആയിക്കോട്ടെ. അതും കഴിയുന്നില്ലെങ്കിൽ കുൻ സാമിഅൻ, കേൾക്കുന്നവനെങ്കിലും ആവണം. ഒരു ക്ലാസ്സെങ്കിലും കേൾക്കുക ഖുർആന്റെ ഹദീസിന്റെ. ഔ മുഹിബ്ബൻ, ഇനി അതും പറ്റുന്നില്ലേ, ഇഷ്ടമെങ്കിലും ഉണ്ടാവണം. ഇൽമിനോട്, ആലിമീങ്ങളോട്, മദ്രസകളോട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട്. വലാ തകുൻ ഖാമിസൻ, അഞ്ചാമത്തെ വിഭാഗത്തിൽ നീ പെട്ടുപോകാൻ പാടില്ല. ശക്തമായ താക്കീതാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിനോടുള്ള സഹകരണങ്ങൾ നമ്മളെ കൊണ്ട് എന്താണോ അത് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ അവർക്ക് ആവശ്യം പൈസയാണ്, ബിൽഡിംഗ് പണിയണം. അതിന്റെ ഒരു ഗുണം എന്താ അറിയോ പ്രിയപ്പെട്ടവരെ, അവിടെ ഏതെങ്കിലും നാട്ടിലുള്ള മക്കളായിരിക്കും വരിക. ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ്, 24 മണിക്കൂറും അവിടെ ഇങ്ങനെ ചിരിച്ചോണ്ടേ. ഹിഫ്ദ് മദ്രസയൊക്കെ നടത്തുന്ന ആൾക്കാരുടെ ഭാഗ്യം ഒന്ന് ആലോചിച്ചു നോക്കിയത്. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഹിഫ്ദിന്റെ കോളേജ് സ്വന്തം കീശയിൽ നിന്ന് പൈസ ചെലവാക്കിയിട്ട് നടത്തുന്ന എത്ര പണക്കാരുണ്ടെന്ന് അറിയോ? 10-15 മക്കളെ ഹിഫ്ദ് വിളിക്കാൻ. അതായത് രാവിലെ 4 മണിക്ക് എണീക്കും, തുടങ്ങും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 10-15 കുട്ടികൾ 9 മണി വരെ. അതിനൊക്കെ നിസ്കാരം കഴിഞ്ഞ് ചായം കുടിച്ച് 9 മണി തന്നെ 9 മണി വരെയുള്ള മണിക്കൂറുകളിൽ, സെക്കൻഡുകളിൽ ഖുർആന്റെ ഓത്ത് അവിടെ നിൽക്കുന്നില്ല. ഈ ആശിക്കാരുടെ അക്കൗണ്ടിലേക്ക് പോകുന്ന കൂലി ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ നാസ്ത കഴിച്ചിട്ട് വന്നു, 10 മണിക്ക് പിന്നെ സ്റ്റാർട്ടായി 12 മണി വരെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 10-15 പിള്ളേർ നിരന്തരം. പിന്നെ ഉറങ്ങാൻ വിട്ടു, ദുഹർ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വന്നു, പിന്നെ അസ്ർ വരെ ഈ തന്നെ, പിന്നെ അസ്ർ കഴിഞ്ഞ് കളിക്കാൻ വിട്ടു, മഗ്‌രിബ് തൊട്ട് രാത്രി 10 മണി വരെ പിന്നെ തന്നെ. എന്തായിരിക്കും അയാളുടെ അക്കൗണ്ടിന്റെ ഒരു ഭാരം? അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ചിലപ്പം നമ്മൾ വിചാരിക്കും എന്റെ അത്രയൊന്നും ഇല്ലപ്പോ കൊടുക്കാൻ. എത്ര? എനിക്ക് അത്രയൊന്നും ഇല്ല. എത്ര? 1 ഉറുപ്പ്യ മതി, ഒറ്റ ഉറുപ്പ്യ. നമ്മൾ കൊടുക്കുന്നതിനറിയോ? അയാളെ സഹായിക്കാനല്ല. നമ്മൾ ഇന്നലെ പറഞ്ഞു എനിക്ക് തരാൻ. എങ്കിൽ അന്ന് പറഞ്ഞിട്ടുണ്ട്, നീ 1 കൊടുത്താൽ ഞാൻ നിനക്ക് 700 തരും. ചിലപ്പം നിന്റെ ഇഖ്ലാസും തഖ്വയും ആഗ്രഹവും ഒക്കെ പരിഗണിച്ച് അതിന്റെയും ഇരട്ടി ഞാൻ തരും. വല്ലാഹു യഖ്ബിദു വയബ്സു, ഞാനാണ് പിടിക്കുന്നവനും വിശാലമാക്കുന്നവനും. അവിടെ എന്റെ വിശ്വാസം ഉണ്ടെങ്കിൽ കൊടുത്തോളി പ്രിയപ്പെട്ടവരെ, കൊടുത്തോളി. കീശയിൽ ആദ്യം പോകുമ്പോഴൊരു വിഷമം ഉണ്ടാവുള്ളൂ, പിന്നെ വന്ന് ഇതിൽ ചിന്തിച്ചാൽ മതി. അള്ളാഹു തിരിച്ചു തരാന്ന് പറഞ്ഞ വാഴ സന്തോഷാവും. അള്ളാഹു നമ്മളെ സന്തോഷിപ്പിച്ചിട്ടെ. കഴിവിന്റെ പരമാവധി ഇപ്പോഴോ അതിനുശേഷം എന്തെങ്കിലും ആദ്യമായിട്ടെങ്കിലോ സഹകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാവങ്ങളൊക്കെ മാപ്പാക്കി തരട്ടെ. പരിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ, ഇബാദത്തുകൾ, നമ്മുടെ നിസ്കാരം, നമ്മുടെ ദുആ, നമ്മൾ ചെയ്യുന്ന സദഖകൾ അള്ളാഹു പൂർണ്ണമായും ഖബൂൽ ചെയ്യട്ടെ. ഇനിയുള്ള ഒരാഴ്ചക്കാലം കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ
അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇഖ്ലാസോടുകൂടെ, റിയാ ഇല്ലാതെ, ശുഹറത്തില്ലാതെ, സുമഅത്തില്ലാതെ, വേറൊരു ചിന്തയും മനസ്സിലില്ലാതെ റബ്ബുൽ ഇസ്സത്തിന്റെ തൃപ്തിക്ക് വേണ്ടി പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പഠിപ്പിച്ചത്, ശീലിപ്പിച്ചത്, അങ്ങനെ ഒരാഴ്ചക്കാലം ഉപയോഗിക്കാൻ അല്ലാഹു മഹാ തൗഫീഖ് നസീബാക്കി തരട്ടെ. അതിലൂടെ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ വന്ന പോരായ്മകളെ അല്ലാഹു അവന്റെ കൃപ കൊണ്ട് പരിഹരിച്ചു തരട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.